ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് AJ സ്റ്റൈൽ ഫോഴ്സസ് LA നൈറ്റ് ഇവർക്ക് തമ്മിലുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ 1 കണ്ടൻഡർ മാച്ചാണ് ഫസ്റ്റ് നടന്നത്. ഈ മാച്ച് ഒരു റെസൽമേനിയ റീമാച്ച് പോലെയും നമുക്ക് കാണാവുന്നതാണ്. ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് ചാമ്പ്യനായ കോഡി റോഡ്സിന്റെ കൂടെ ബാക്ക് ക്ലാഷിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് കിട്ടും. അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ AJ സ്റ്റൈൽസ് LA നൈറ്റിനെ ഫെനാമിനൽ ഫോറാം ഫിനിഷർ യൂസ് ചെയ്ത് ക്ലീൻ ആയിട്ട് ഈ മാച്ചിൽ AJ സ്റ്റൈൽസ് ആണ് വിൻ ചെയ്ത് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടിയിട്ടുള്ള നമ്പർ 1 കണ്ടൻഡർ ആയത്. അപ്പോൾ ഈ മാച്ചിന്റെ റിസൾട്ട് AJ സ്റ്റൈൽസ് ആണ് എന്ന് നമ്മൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ മാച്ച് ക്ലീൻ ആയിട്ടുള്ള ഒരു വിൻ ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. LA നൈറ്റിന് ഭയങ്കര സപ്പോർട്ട് ഉള്ളതുകൊണ്ട്. പക്ഷെ AJ സ്റ്റൈൽസ് ക്ലീൻ ആയിട്ട് വിൻ ചെയ്തപ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നിയത്. കാരണം റെസൽമേനിയയിൽ AJ ക്ലീൻ ആയിട്ട് തോറ്റു. അതുകൊണ്ട് സ്മാക്ക് ഡൗണിൽ LA നൈറ്റിനെ ക്ലീൻ ആയി തോൽപ്പിക്കുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. എന്തായാലും കോഡി റോഡ്സിന്റെ കൂടെയുള്ള മാച്ച് ഒരു വേറെ ലെവൽ മാച്ച് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് സ്മാക്ക് ഡൗൺ ബാക്ക് സ്റ്റേജിൽ പോൾ ഹേമൻ റോമൻ റെയിൻസിനെ കാത്തു നിൽക്കുന്നത് പോലെ നിൽക്കുന്നതായിട്ടും അതേസമയം അവിടെ ട്രൈബൽ ചീഫിന്റെ ലുക്കിൽ സോളോ സിക്കവയാണ് വന്നത്. അതായത് സോളോ സിക്കവ ഇത്രയും നാൾ വന്ന പോലെയല്ല. ഇപ്പൊ റോമൻ ഇല്ലാത്തത് കൊണ്ട് പൂന്ത് വിളയാടാൻ നോക്കാണ് സോളോ സിക്കവ. വന്നതിന് ശേഷം കെവിൻ ഓവൻസിനെ അന്വേഷിച്ചു. അതായത് കെവിൻ ഓവൻസ് എവിടെയുണ്ടെങ്കിൽ സോളോ സിക്കവയുടെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പോൾ ഹേമനോട് പറയുന്നുണ്ട്. പിന്നീട് സ്മാക്ക് ഡൗൺ ജനറൽ മാനേജർ നിക്ക് ആൾഡിൻസ് വന്നുകൊണ്ട് ട്രിപ്പിൾ എച്ചിനെ റിങ്ങിലേക്ക് വിളിക്കുന്നതായിട്ടും അതിനുശേഷം ട്രിപ്പിൾ എച്ച് വന്ന് ഫാൻസുമായി സംസാരിച്ച് പ്രോ എപ്പിസോഡിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് സ്മാക്ക് ഡൗണിലും ചെയ്തത്. അതായത് സ്മാക്ക് ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാറ്റിക്കൊണ്ട് വെറും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ് 2 ചാമ്പ്യൻഷിപ്പാണ് കൊണ്ടുവന്നത്. അപ്പോൾ റോയിലും ഇതുപോലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മിസ് ആൻഡ് R-Truth ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്മാക്ക് ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻസായ ഗ്രേസൺ വാലർ ആൻഡ് അസ്റ്റിൻ തിയറി ഇവരെ റിങ്ങിലേക്ക് വിളിക്കുന്നതായിട്ടും അതിനുശേഷം ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് കൈമാറാൻ വേണ്ടിയിട്ട് ട്രിപ്പിൾ എച്ച് ശ്രമിക്കുന്നതായിട്ടും ശേഷം ഷെയ്ക്കൻ്റെ എല്ലാം ചോദിക്കുമ്പോൾ അസ്റ്റിൻ തിയറിയും ഗ്രേസൺ വാലറും ട്രിപ്പിൾ എച്ചിനെ കളിയാക്കുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. അതായത് കൈ കൊടുക്കാതെ അവർ പരസ്പരം കൈ കൊടുത്തുകൊണ്ട് കളിയാക്കുന്നതായിട്ട്. ഇത് കണ്ട് സ്മാക്ക് ഡൗൺ GM നിക്ക് ആൾഡിൻസിന് ദേഷ്യം വരുന്നത് പോലെയും നിങ്ങൾ റെസ്ലിംഗ് ചെയ്യാനാണോ ഇവിടെ വന്നത് അതോ കോമഡിക്കാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിങ്ങളെ ഇനി ആരും കാണില്ല, അല്ലെങ്കിൽ നിങ്ങളിവിടെ ഉണ്ടാകുമോ എന്നറിയില്ല, ഈ ഒരു ടൈപ്പിലെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഫാറ്റൽ ഫോർവേഡ് ടാഗ് ടീം മാച്ച് വെച്ചു. അതായത് ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് നെക്സ്റ്റ് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച്. പിന്നീട് ആ ഒരു മാച്ചാണ് നടന്നത്. ഈ മാച്ച് നടന്നത് ന്യൂ കാഷ് റിപ്പബ്ലിക് AOP സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ലെഗാഡോ ഡെൽ പെൻഡസ്മ ഇവർക്കാണ് ഈ ഒരു ടാഗ് ടീം മാച്ച് നമ്പർ 1 കണ്ടൻഡർ മാച്ചായി നടന്നത്. അപ്പോൾ ഈ മാച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി മാച്ചായിരുന്നു. ഇന്ന് സ്മാക്ക് ഡൗണിൽ നടന്നതിൽ വെച്ച് വളരെ നല്ല മാച്ചായിട്ട് ഈ മാച്ചാണ് എനിക്ക് തോന്നിയത്. അതും ഈ മാച്ചിന്റെ ക്ലൈമാക്സിൽ മോണ്ടെക്സ് ഫോർഡ്, പീറ്റ് ഡാൻ അതുപോലെ തന്നെ ടൈലർ ബീറ്റ് ഇവർ 3 പേരും ചേർന്നുകൊണ്ട് ഒരേ സമയം മൂൺസോൾട്ടും ജമ്പിങ് എല്ലാം ചെയ്ത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി മാച്ച് കൊണ്ടുപോയിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ആണ് അവരുടെ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ ഒരു മാച്ചിൽ നമ്പർ 1 കണ്ടൻഡറായി നെക്സ്റ്റ് സ്മാക്ക് ഡൗണിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടി ആഡ് ആയത്. പിന്നീട് വീണ്ടും ബാക്ക് സ്റ്റേജിൽ സോളോ സിക്കവ, പോൾ ഹേമൻ ഇവരെ സംസാരിക്കുന്നതായിട്ടും അപ്പോൾ പോൾ ഹേമൻ പറയുന്നത് കെവിൻ ഓവൻസിനെ ഇവിടെയൊന്നും കാണാനില്ല എന്നാണ്. അതായത് എത്ര തപ്പിയിട്ടും കിട്ടിയില്ല എന്ന്. അതിനുശേഷം പോൾ ഹേമൻ പറയുന്നുണ്ട് ഇതെല്ലാം നിന്റെ കയ്യിൽ വരേണ്ടതല്ല, എന്നാൽ നിന്റെ ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനം തെറ്റാണ്. ഈ ഒരു ടൈപ്പിലെല്ലാം അതായത് റോമൻ റെയിൻസ് ഇല്ലാത്ത സമയത്ത് നേതാവാകാൻ നോക്കുന്നത് നല്ലതിനല്ല, ഇത്തരത്തിലാണ് അത് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ സോളോ സിക്കവ നേരെ റിങ്ങിലേക്ക് നടന്നു പോകുന്നതായിട്ട് കാണിച്ചിരുന്നു. അതായത് പോൾ ഹേമന്റെ വാക്കിന് വില കൊടുക്കാത്തതുപോലെ. അതിനുശേഷം ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത്. പിന്നീട് പോൾ ഹേമൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ കാണാൻ വന്നിട്ടുള്ള ഫാൻസ് എല്ലാം റോമൻ റെയിൻസിനെ ഞങ്ങൾ മിസ് ചെയ്യുന്നു, റോമൻ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാൻറ്റ് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. പിന്നീട് പോൾ ഹേമൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ദേഷ്യം വന്ന സോളോ സിക്കവ മൈക്ക് തട്ടിപ്പറിച്ച് വാങ്ങി സോളോ സിക്കവ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ തന്നെ ഫാൻസ് ഡൊമിനിക്കിനെ ബൂ ചെയ്യുന്നത് പോലെ തന്നെ സോളോ സിക്കവനെ ഭയങ്കരമായി ബൂ ചെയ്യുന്നതായിട്ടും സംസാരിക്കാൻ വിടാത്തത് പോലെയും കാണിച്ചിരുന്നു. അതുപോലെ സോളോ സിക്കവ പറയുന്നുണ്ട് ബ്ലഡ് ലൈൻ ടീമിന്റെ പവർ കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ബ്രദറിനെ നഷ്ടപ്പെടേണ്ടി വന്നു, പകരം മറ്റൊരാളെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ടോമോ ടൊങ്കയെ പറ്റി സംസാരിക്കുമ്പോൾ ടോമോ ടൊങ്ക കെവിൻ ഓവൻസിനെ അറ്റാക്ക് ചെയ്ത് എൻട്രൻസിന്റെ അവിടെ വരുന്നതായിട്ടും കെവിൻ ഓവൻസിന്റെ തലയിൽ നിന്നും നിറയെ ബ്ലഡ് വരുന്നത് പോലെയും കാണിച്ചിരുന്നു.
പിന്നീട് റിങ്ങിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന സമയത്ത് എല്ലാവരും വന്ന് പിടിച്ചു മാറ്റും. എന്നാൽ കെവിൻ ഓവൻസ് അവസാനം ഇവരെ റിങ്ങിൽ കയറി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം നോക്കും. പക്ഷെ സാധിക്കില്ല. ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് കെവിൻ ഓവൻസിനെ അറ്റാക്ക് ചെയ്ത് സമോൺ സ്പൈക്ക് എല്ലാം ചെയ്യും. പിന്നീട് ടോമോ ടോങ്ക ഒരു ചെയർ എടുത്തുകൊണ്ട് വന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ സെക്യൂരിറ്റി ടീം തടയും. പിന്നീട് സോളോ സിക്കാവ ആ ചെയർ വാങ്ങിച്ച് റിങ്ങിന് പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് ഒരു ട്രൈബൽ ചീഫ് ലെവലിൽ ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എന്തായാലും ബ്ലഡ് ലൈൻ ഇപ്പോൾ വളരെയധികം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. റോമന്റെ ബ്ലഡ് ലൈനും ഇപ്പോഴത്തെ ബ്ലഡ് ലൈനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഫാൻസ് റോമൻ വേണം എന്നൊക്കെ പറയുന്നത്. എന്തായാലും റോമൻ വന്ന ഒരു കിടിലൻ മാച്ച് സെഗ്മെന്റ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെ കൂടെ. എന്തായാലും അതിനായി കാത്തിരിക്കാം. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ നിക്കാൾഡിൻസും പോൾ ഹേമനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും അപ്പോൾ 2 കാറുകൾ ഇടിച്ചിട്ടുള്ളതെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് ബ്ലഡ് ലൈനെ നിയന്ത്രിക്കാനായിട്ട് നിക്കാൾഡിൻസ് പോൾ ഹേമനോട് പറയുന്നുണ്ട്, ഇല്ല എങ്കിൽ കടുത്ത നടപടികൾ എടുക്കേണ്ടി വരും എന്നൊക്കെ. അതേ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ലെഗാഡോ ഡെൽ പെൻറ്റാസ്മ ടീമിനോട് ഡ്രാഗൻ ലീനെ അറ്റാക്ക് ചെയ്തോ അല്ലെങ്കിൽ ഈ ടൈപ്പിലെല്ലാം ചോദിക്കും. അപ്പോൾ ഇവർ പറയുന്നത് 2 ആഴ്ച മുൻപ് നടന്ന ആ ഒരു സംഭവത്തിൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഞങ്ങളുടെ ടീം അത് ചെയ്തിട്ടില്ല എന്നാണ്. അതായത് റസൽമേനിയയ്ക്ക് മുൻപ് ഡ്രാഗൻ ലീനെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ വെച്ച് അറ്റാക്ക് ചെയ്യുന്നത് പോലെ കാണിച്ചിരുന്നു. സോറി, ബാക്ക് സ്റ്റേജിൽ വെച്ച് സെഗ്മെന്റ് അല്ല. പിന്നീട് സാന്റോസ് എസ്കോബാർ ഫോഴ്സസ് കാർലിറ്റോ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ചിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ മാച്ച് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത് പോലെ തന്നെ മാച്ചിന്റെ അവസാനത്തിൽ 2 ടീമിലത്തെയും വുമൺസ് റെസ്ലേഴ്സ് അറ്റാക്ക് ചെയ്തു. ഈ അവസരം ഉപയോഗിച്ച് സാന്റോസ് എസ്കോബാർ കാർലിറ്റോനെ പറ്റിച്ചുകൊണ്ട് ഈ മാച്ചിൽ സാന്റോസ് എസ്കോബാറാണ് വിൻ ചെയ്തത്, ഫിനിഷറെല്ലാം ചെയ്ത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കാർലിറ്റോ ഹീൽ ടേൺ ചെയ്യുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം. പിന്നീട് ഡാമേജ് കൺട്രോൾ ടീമിനും ബിയാങ്ക ബെല്ലർ ആൻഡ് ജേഡ് കാർഗിൽ ഇവരുടെ ടീമിനും ഒരു ചെറിയ സെഗ്മെന്റ് വെച്ചിരുന്നു. അപ്പോൾ അതിൽ ഇവർ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർക്കിടയിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഉണ്ടാകാം. മെയിനായിട്ടും നയോമി ബെയ്ലി ഇവരുടെ മാച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഈ 2 ടീമും അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് സ്മാക്ക് ഡൗൺ മെയിൻ ഇവന്റ് ആയിട്ട് വുമൺസ് ചാമ്പ്യൻ ബെയ്ലി വേഴ്സസ് നയോമി ഇവർക്ക് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു സ്മാക്ക് ഡൗൺ മെയിൻ ഇവന്റിൽ. ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. 2 പേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ബെയ്ലി നയോമിനെ കമന്ററി ടേബിളിന്റെ മുകളിലെല്ലാം വെച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ടിഫാനി സ്ട്രാറ്റൻ വന്നുകൊണ്ട് ബെയ്ലിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ആ മാച്ചിൽ ബെയ്ലി വിൻ ചെയ്യുന്നത് പോലെയുമാണ് കാണിച്ചത്. ശേഷം ടിഫാനി ഇവരെ 2 പേരെയും അറ്റാക്ക് ചെയ്ത് 2 പേർക്കും ഒരേ സമയം മോൺസോൾട്ട് ഫിനിഷർ എല്ലാം കൊടുത്ത് ടിഫാനിയാണ് റിങ്ങിൽ ലീഡ് ചെയ്ത് നിന്നത്. ഇത് കണ്ട് ബിയാങ്ക ബെല്ലറും ജേഡ് കാർഗിലും അല്പം ഷോക്കാകുന്നത് പോലെയും കാണിച്ചിരുന്നു. അപ്പോൾ ഈ മാച്ചിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയില്ല. പിന്നെ AJ സ്റ്റൈൽസ് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് ഇവരുടെ കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റും കോഡി റോഡ്സിന്റെ ലണ്ടനിൽ നിന്നുള്ള ഒരു വീഡിയോ വെച്ചുകൊണ്ട് എല്ലാം കാണിച്ചിരുന്നു. ഇന്നത്തെ സ്മാക്ക് ഡൗണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഷോ തന്നെയായിരുന്നു. പക്ഷേ മെയിൻ റെസ്ലേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അധികം.